നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ 1-ാം സ്ഥാനത്താണിപ്പോൾ അൽ ഹിലാലുള്ളത്. അൽ നസർ അൽ ഹിലാലുമായിട്ട് ഏറ്റവും ഒടുവിൽ പ്രോ ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ അറബ് കപ്പിൻ്റെ ഫൈനലിൽ അൽ ഹിലാലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അൽ നസർ കിരീടം ചൂടിയിരുന്നത്. ഇന്ന് വീണ്ടും റിയാദ് സീസൺ കപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുന്ന പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൽ ഹിലാൽ ടീമിനെ നേരിടുന്നതിന് മുമ്പ് അൽ നസറിൻ്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഞങ്ങളൊന്ന് ചെറുതായിട്ട് പരിങ്ങി, ആ സമയത്ത് കയറി മുന്നോട്ട് പോയതാണ് അൽ ഹിലാൽ. ഈ കളിയിൽ മികച്ച പ്രകടനം നടത്തുക, വിജയിച്ചാൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും സീസണിലെ ബാക്കി മത്സരങ്ങൾക്ക് ടീമിനുണ്ടാവുക, തോറ്റാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂയിസ് കാസ്ട്രോ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ലൂയിസ് കാസ്ട്രോ പറയുന്നു, സീസണിൻ്റെ തുടക്കത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് സ്റ്റംബിൾഡായി, അൽ ഹിലാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്, അവരുടെ കോച്ചിനെ. കാരണം അവർ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ പ്ലേയേഴ്സ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ എൻ്റെ താരങ്ങൾ ഇപ്പോൾ അവരെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, ലീഗിൽ അവരോടൊപ്പം എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിന് എൻ്റെ താരങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ കളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ടീമിൽ ഉണ്ടാക്കും, വിജയിക്കുകയാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. എന്തായാലും ഞങ്ങൾക്ക് വിജയിക്കണം. ഓപ്പണൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾക്കറിയാം, എതിരാളികൾ ശക്തരാണെന്നറിയാം. പക്ഷേ മത്സരം വിജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പോരാടും. എൻ്റെ ടീമിനെ അതിനുവേണ്ടി അൽ ഹിലാലിനെ നേരിടാൻ വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായിട്ട് ലൂയിസ് കാസ്ട്രോ പറയുന്നു. ഇന്നലെ ഓർഗെ ഹീസസ് പറഞ്ഞത് അൽ നസറിനെ നേരിടാൻ ഞങ്ങൾ ഇതാ റെഡിയായി കഴിഞ്ഞു എന്നാണ്. ചുരുക്കത്തിൽ രണ്ടും പരിശീലകരും വലിയ ആത്മവിശ്വാസത്തിലാണ്. കടുത്ത പോരാട്ടം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഫുൾ സ്ട്രെങ്ത്തിൽ രണ്ട് സ്ക്വാഡും ഇറങ്ങും. ഇത് ഒരു ഒഫീഷ്യൽ ടൂർണമെൻ്റ് ഒന്നുമല്ല, എന്നാൽ പോലും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രണ്ട് ടീമുകളും കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.